രാജ്യത്ത് ക്രൈസ്തവരടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെ മനഃപൂർവ്വമായ വേട്ടയാടൽ നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഒഡീഷയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകരാൽ ആക്രമിക്കപ്പെട്ട സംഘത്തിലുണ്ടായിരുന്ന ഫാദർ ജോജോ വൈദ്യക്കാരന്റെ ചെറുപ്പപാലക്കലിലെ കുടുംബവീട് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനൊപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഫാദർ ജോജോയുടെ ചെറുപ്പപാലക്കലിലെ കുടുംബ വീട്ടിലെത്തിയത്. അദ്ദേഹത്തിന്റെ സഹോദരൻ ബാബു ജോസഫും കുടുംബാംഗങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. കഴിഞ്ഞ 4-5 വർഷങ്ങളായി ക്രൈസ്തവരടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചുവരികയാണെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. മുൻപ് 734 ആക്രമണങ്ങളായിരുന്നുവെങ്കിൽ ഈ വർഷം അത് 834 വർദ്ധിച്ചിരിക്കുകയാണ്. ഭരണഘടന അനുശാസിക്കുന്ന സംരക്ഷണമുള്ള മതന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ആക്രമിക്കപ്പെടരുത്. BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. ബജ്രംഗ് ദൾ ഉൾപ്പെടുന്ന അക്രമികൾ ഇവർക്കെതിരെ അഴിഞ്ഞാടുകയാണ്. ഇവരെ നിയന്ത്രിക്കാൻ BJP തയ്യാറാകണം. ക്രൈസ്തവരടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയർന്നുവരുമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇത് വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അറിയാം. കഴിഞ്ഞ വർഷം 734 സംഭവങ്ങളാണ് നടന്നത്. ഈ വർഷം 834. അപ്പോൾ അത് വൈദികർ ധാരാളം പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ UP-യിൽ തന്നെ 100-ലധികം പാസ്റ്റർമാരും വൈദികരും ജയിലിലാണ്. പിന്നെ ക്രിസ്മസ് ആരാധനാ ക്രമങ്ങൾ തടസ്സപ്പെടുത്തുന്നു. അതുകൂടാതെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നു. ക്രൈസ്തവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സഭകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പ്രശ്നമുണ്ടാക്കുന്നു. അവിടെ പുണ്യവാന്മാരുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും ഒന്നും പ്രതിമ വയ്ക്കാൻ പാടില്ല, പ്രതിമ റിമൂവ് ചെയ്യണം, കുരിശ് വയ്ക്കാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശങ്ങളാണ്. ഒരു തരം ക്രിമിനലുകളാണ്, ഗുണ്ടാ സംഘങ്ങളാണ് ബജ്രംഗ് ദൾ എന്നുള്ള പേരിൽ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. സഭ നിശ്ചയിച്ചിരിക്കുന്ന വസ്ത്രം ധരിച്ച് കന്യാസിമാർക്കും വൈദികർക്കും യാത്ര ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അവർ ക്രിമിനലുകളെ പോലെ, വലിയ കുഴപ്പക്കാരെ പോലെ, രാജ്യദ്രോഹികളെ പോലെ നോക്കുന്ന രീതിയിലാണ്. ഇതൊരു രാജ്യവ്യാപകമായി നടക്കുന്നൊരു വേട്ടയാടലാണ്. അപ്പോൾ ഇത് എല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഗവൺമെൻറ്റുകൾ ശക്തമായ നടപടി സ്വീകരിക്കുന്നു. അപ്പോൾ BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ, ഛത്തീസ്ഗഡിൽ, ഒഡീഷയിൽ, ഉത്തർപ്രദേശിൽ, അഹമ്മദാബാദിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ദേശീയ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് അവരവരുടെ അണികളോട് പറയും. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ കൂടാതെ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി ജോൺ ഡാനിയേൽ, സുനിൽ ലാലൂർ, ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, അവണിശ്ശേരി പാറളം മണ്ഡലം പ്രസിഡന്റുമാരായ പ്രിയൻ പെരിഞ്ചേരി, KR ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി മിഥുൻ മോഹൻ, KP സൂരജ്, ഫ്രാൻസിസ് വൈദ്യക്കാരൻ, VR ജിനീഷ്, ബൈജു സെൻ, പഞ്ചായത്ത് അംഗം VI ജോൺസൺ തുടങ്ങി നേതാക്കളും പ്രവർത്തകരും പ്രതിപക്ഷ നേതാവിനൊപ്പം ഉണ്ടായിരുന്നു.